ഇന്നലെ പട്ടിക്കാട് ജാമിയ നൂറിയ അറബിക് കോളേജിന്റെ മഹാസമ്മേളനം കഴിഞ്ഞു. അതിൽ സാക്ഷാൽ സമസ്തയുടെ അധ്യക്ഷൻ ജിഫിരി മുത്തുക്കോയ തങ്ങൾ നടത്തിയ അതിശക്തവും വ്യക്തവുമായ ഒരു പ്രസംഗത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ജിഫിരി തങ്ങൾ ഒന്നും പറഞ്ഞില്ല, എല്ലാം സൗഹാർദ്ദത്തെക്കുറിച്ച് ഊന്നി ഊന്നി പറയുന്നതിനിടക്കും സമസ്തയുടെ നയങ്ങൾ, വളരെ കൃത്യമായ താക്കീതുകൾ ആ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. നമുക്കറിയാം, ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ചില ശൈലികളും വാക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു തികഞ്ഞ പ്രാസംഗികനാണെന്നൊന്നും നമുക്കൊരു പക്ഷേ തോന്നിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇന്നലത്തെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഏതൊരു പ്രസംഗത്തെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ഒരാൾക്ക് കൃത്യമായി പറയാൻ കഴിയും, അദ്ദേഹം ഒരു പ്രാസംഗികൻ തന്നെയാണ്. ഗർജനങ്ങൾ കുറവാണെങ്കിലും അദ്ദേഹം ഉൾപ്പെടുത്തേണ്ട ആശയങ്ങൾ വളരെ കൃത്യമായി എന്താണോ പറയേണ്ടത് അത് ഫലിപ്പിച്ചിട്ടേ പ്രസംഗം അവസാനിപ്പിക്കുന്നുള്ളൂ എന്ന കാര്യം നമുക്കറിയാം. കഴിഞ്ഞ കാലങ്ങളായി, കുറച്ചു മാസങ്ങളായി മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളുണ്ട്. മുക്കം ഉമർ ഫൈസിയുടെ ഖാദി വിഷയത്തിലുള്ള പ്രസംഗവും അതുപോലെ തുടങ്ങി എത്ര തന്നെ റെഡിയായെന്നും നന്നായെന്നും നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുകയാണ്. ഒരു വലിയ വിഭാഗം ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നും സമസ്തയുടെ ഈ അടുത്ത് നടന്ന മുഷാവറയിൽ തന്നെ ചില വിഷയങ്ങൾ ഉണ്ടാവുകയും മറ്റുമൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. ഇതിനൊക്കെ ഇടക്ക് എല്ലാം കൂടി ഒന്നാവണം, ഇവിടെ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളും അതുപോലെ സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനിടക്കാണ് ഈ ജാമിയ നൂരിയയുടെ ഇപ്പോഴത്തെ ഈ ഒരു സമ്മേളനം വരുന്നത്. അപ്പൊ ഈ സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്, അദ്ദേഹത്തിന്റെ നയം വളരെ കൃത്യമാണ്. മുസ്ലിം ലീഗുമായി നമുക്ക് കാലങ്ങളായി അഗാധമായ ഒരു ബന്ധമുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിന് ഒരു ഭരണഘടനയുണ്ട്. ആ ഒരു രാഷ്ട്രീയ പാർട്ടി, ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. മാർക്സിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അതുപോലെ ഇവിടെ INL ഉണ്ട്, അങ്ങനെ തുടങ്ങി BJP ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ എണ്ണിപ്പറഞ്ഞില്ല. ആ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമുണ്ട്. ഈ മുസ്ലിം ലീഗിന് ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് തന്നെ അവർക്കൊരു ഭരണഘടനയും അവർക്ക് അവരുടേതായ ഒരു രീതിയുമുണ്ട്. അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സംഘടനയാണ്, ഒരു പ്രസ്ഥാനമാണ്. ഈ സമസ്തക്കും ഭരണഘടനയും നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയുണ്ട്. ഇത് രണ്ടിനെയും കൂടി കൂട്ടിക്കെട്ടാൻ ആരും ശ്രമിക്കേണ്ടതില്ല. നമ്മളുടെ ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകും. അതുപോലെ മുസ്ലിം ലീഗിന്റെ ഭരണഘടനയും അനുസരിച്ച് മുന്നോട്ട് പോകും. ഇത് രണ്ടും ഒന്നാണെന്ന് വരുത്തി തീർക്കേണ്ടതില്ല എന്ന മെസ്സേജാണ് ഈ ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം കൃത്യമായി കൊടുക്കുന്നത്. ഈ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ആദ്യം ഒന്ന് കേൾക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു മതസംഘടനയാണ്. അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാവുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട്. ആ നിലക്ക് മാത്രമേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതനുസരിച്ചുകൊണ്ട് മാത്രമേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോവുള്ളൂ. നേരെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട്. അതിൽപ്പെട്ടൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളവർക്ക് അതിൻ്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും. ആ നിലപാടുകൾ അനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാകുന്ന നേതാക്കന്മാരും പ്രവർത്തകരോട് അതിരിക്കുന്നത്. അവരത് നിർവഹിച്ചുകൊള്ളും, നമ്മൾ നമ്മുടെ പ്രവർത്തനവും നിർവഹിച്ചുകൊള്ളുക. പരസ്പരം അങ്ങും ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല. ആ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടു. അപ്പം അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്ന് പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ബന്ധങ്ങളൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവുക, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയറ വെക്കാന്നല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോകും. അത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും. രണ്ടു കൂട്ടരും അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പൊ അതാണ്, എല്ലാവരുമായും നല്ല സൗഹൃദത്തിലാണ് നാം വർത്തിക്കേണ്ടത്. ആരുമായും അടിപിടി കൂടുകയും പരസ്പരം ചേരിതിരിഞ്ഞുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തുകയും മറ്റുമൊന്നുമല്ല. എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ നടത്തേണ്ടതെന്ന് ജിഫ്രി തങ്ങൾ ഈ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞെങ്കിലും അദ്ദേഹം പറയുന്നു, നമുക്കൊരു ഭരണഘടനയുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അടിയറ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ശൈലി അത് പറ്റില്ല, അത് സമസ്തയ്ക്ക് ഇല്ല എന്ന് ഏതെങ്കിലും ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലീഗും ദീനും ഒന്നാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. ഒരുപക്ഷെ നമുക്കറിയാം, സമസ്ത എന്ന് പറയുന്നത് ജിഫ്രി തങ്ങൾ പറഞ്ഞതുപോലെ ഒരു മതസംഘടനയാണ്.
മതസംഘടനക്ക് അതിൻ്റെതായ ഒരു ബൗണ്ടറി ഉണ്ട്. കടന്നു ചെല്ലുന്ന ഒരു 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 കടന്നു ചെല്ലാൻ പറ്റുന്ന രീതിക്ക് ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു വരയുണ്ട്. എന്നാൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതിന് മറ്റൊരു വരയുണ്ട്. ഒരുപക്ഷെ മുസ്ലിം ലീഗ് പങ്കെടുക്കുന്ന എല്ലാ വേദികളിലും പങ്കെടുക്കുവാൻ സമസ്തക്ക് കഴിയില്ല. മുസ്ലിം ലീഗ് പ്രസംഗിക്കുന്നത് പോലെ, ഒരു മുസ്ലിം ലീഗ് നേതാവ് പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കുവാൻ ഒരു ദീനീ സംഘടനയായ സമസ്തയുടെ നേതാവിന് കഴിയില്ല. ഇങ്ങനെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകളാണെന്നും അതുകൊണ്ട് തന്നെ സമസ്ത മുസ്ലിം ലീഗിന് അടിയറ വെക്കുന്ന യാതൊരുവിധ വിഷയവുമില്ലെന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അടിയറ വെക്കുന്ന ഒരു വിഷയവുമില്ലെന്നും വളരെ വ്യക്തവും കറക്റ്റായും അദ്ദേഹം പറയുന്ന സമയത്ത് അണികളിൽ നിന്നുള്ള തക്ബീറാണ് എന്നെ ഏറെ ഇഷ്ടപ്പെടുത്തിയത്. കാരണം സമസ്ത എന്താവണം, ഒറ്റക്കാലിൽ നിൽക്കുവാൻ സമസ്തക്ക് കഴിയുമ്പോഴാണ് അത് സമസ്തയാകുന്നത് എന്ന് ആഗ്രഹിക്കുകയും ആ സമസ്തയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹം ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് മുന്നിൽ അണിനിരക്കുന്നുണ്ട്. തങ്ങൾ എന്താണോ ഇവിടെ പറയുന്നത് അത് തന്നെയാണ് സമസ്ത, അങ്ങനെ തന്നെയാണ് സമസ്ത എന്നതിൻ്റെ അംഗീകാരമാണ് ആ തക്ബീർ ധ്വനികളിലൂടെ, മുഴക്കങ്ങളിലൂടെ നമ്മൾ കണ്ടത്. നമുക്കറിയാം, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ അധ്യക്ഷനായതിന് ശേഷം, പ്രസിഡന്റായതിന് ശേഷം നമ്മൾ കാണുന്ന സമസ്തയിലെ ഈ മാറ്റങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും മുഖ്യമന്ത്രിയെ വരെ നേരിട്ട് വിളിക്കുകയും സമസ്തയുടെ ആവശ്യങ്ങളും മറ്റും നേരിട്ട് പറയുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് സമസ്ത വളർന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മുടെ സഹോദര സംഘടനയായ കാന്തപുരം വിഭാഗം, കാന്തപുരം APK മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന സമസ്ത, അവർക്ക് ആവശ്യമായ സംഭവങ്ങളൊക്കെ അവർ നേരിട്ട് ചെന്ന് പറയുകയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കീഴിലായി നിൽക്കാതെ തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു കാലമായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ അതേ ഒരു രീതി എന്നോണം നേരിട്ട് സമസ്തയെ ഒറ്റക്കാലിൽ നിൽക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന, അങ്ങനെ സമസ്തയെ വളർത്തിയെടുക്കുന്ന ഒരു രീതിയായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നതിന് ശേഷം നമ്മൾ കണ്ടത്. എന്നാൽ ഇങ്ങനെ തന്നെയാണ് വേണ്ടതെന്നാണ് ഈ സമസ്തക്കുള്ളിൽ തന്നെ മുസ്ലിം ലീഗ് അനുകൂലികളെന്നും മുസ്ലിം ലീഗ് വിരോധികളെന്നും ഒക്കെ പറയുന്ന രീതിയിൽ ഒരു വേർതിരിഞ്ഞ് പണ്ഡിതന്മാർ തന്നെ വേർതിരിഞ്ഞു പോയപ്പോഴും നമ്മൾ കണ്ടത് ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്നത് വലിയ ഒരു വിഭാഗം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കൂടെയായിരുന്നു. കാരണം സമസ്ത അത്തരത്തിൽ തന്നെയാണ് വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഈ മുസ്ലിം ലീഗ് ഇത്തരത്തിൽ തന്നെ ആയിരിക്കെ തന്നെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. ഞാൻ എൻ്റെ പല ടോക്കിലും പല വീഡിയോകളിലും ഞാൻ കൃത്യമായി പറയാറുണ്ട്, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഇവിടെ ആവശ്യവും അത്യാവശ്യവും അനിവാര്യവുമായ ഒരു രാഷ്ട്രീയ സംഘടനയാണ്. സമുദായത്തിൽ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സമുദായത്തിന് വേണ്ട ആവശ്യങ്ങളൊക്കെ നോക്കി നിറവേറ്റി കൊടുക്കുവാൻ ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഭരണകർത്താക്കളിൽ നിന്ന് സമുദായത്തിന് നേടിയെടുക്കേണ്ടതൊക്കെ നേടിയെടുക്കാൻ മുസ്ലിം ലീഗ് ഇവിടെ ആവശ്യവും അനിവാര്യവുമാണ്. എന്നാൽ സമസ്ത എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ ഔദ്യോഗികമായ ഒരു സംഘടനയാണ്. അപ്പോൾ ഈ പണ്ഡിത സഭയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, അതായിരുന്നു എക്കാലത്തും മുസ്ലിം ലീഗിന്റെ നേതൃത്വം ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് എപ്പോഴും മുസ്ലിം ലീഗിനേക്കാൾ ഒരു പടി മുകളിൽ വരുന്നത് പണ്ഡിതന്മാരാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അത്തരത്തിൽ തന്നെ ആയിരുന്നു മുൻഗാമികളുടെ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നെന്നാണ് ഈ പ്രസംഗത്തിനിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. സമസ്തയുമായി കൂടിയാലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം സമസ്തയുടെ നയം വളരെ ശക്തമായി പറഞ്ഞു. അതൊന്ന് കേൾക്കാം. ഇവിടെ എല്ലാ ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ വളരണം, ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ വളരണം, ഇതൊക്കെ ഇവിടെ ആവശ്യം തന്നെയാണ്. ഇതൊന്നും നമുക്ക് ആർക്കും എതിരില്ല. പക്ഷേ നമ്മൾ മുസ്ലിം ലീഗ് തമ്മിലുള്ള പ്രത്യേകമാവുന്ന ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ EMS മന്ത്രിസഭയിൽ അവർ കള്ളിന്റെ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാവുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും പാലക്കാട് BMS കോയ തങ്ങൾ CH മുഹമ്മദ് കോയ അടക്കമുള്ള നവറബാഹുമാക്കിയതും അവർ പിന്നെ ഷംസുലമനോട് വന്ന് ചോദിക്കുകയാണ് ചെയ്തത്, ഇങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ മൂപ്പർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, അത് നിങ്ങൾ എന്ത് ചെയ്തോളി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇറങ്ങിപ്പോന്നാൽ അവിടെ മന്ത്രിസഭേനെ പൊളിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോന്നാൽ പൊളിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങിപ്പോരണ്ട, നിങ്ങളെ നിന്നോളി, അത് നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഇത് പാസ്സാക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഓരോ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരീരത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോൾ
അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ടിട്ട് അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യം. അതാണ് ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. ആ നിലക്ക് അങ്ങോട്ടുള്ള നമ്മളെ പ്രയാണത്തിൽ ബഹുമാനപ്പെട്ട എല്ലാ സാധാത്തുക്കളെയും അപ്പൊ അതാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ സമസ്തയോട് കൂടി ആലോചിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകേണ്ടത്. പ്രത്യേകിച്ച് ദീനിന്റെ വിഷയങ്ങൾ വരുമ്പോൾ എന്ന് ജിഫ്രി തങ്ങൾ ഊന്നിപ്പറഞ്ഞു. നമുക്കറിയാം, അദ്ദേഹം ഒരു ഉദാഹരണം EMS മന്ത്രിസഭയിലെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ദീനിന്റെ വിഷയം വരുമ്പോൾ സമസ്തയോട് കൂടി ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ. അതാണ് മുസ്ലിം ലീഗിന്റെ രീതി, അതാണ് മുസ്ലിം ലീഗിന്റെ ചര്യ. പണ്ട് മുതലേ മുസ്ലിം ലീഗ് നടന്നു വന്നത് അങ്ങനെയാണ്. നമുക്കറിയാം, ഈ അടുത്ത് ഒരു വഖഫ് വിഷയം വന്നപ്പോൾ, വഖഫ് ഭൂമിയുടെ വിഷയം വന്നപ്പോൾ കോൺഗ്രസ് ഒരു തട്ടിലും മുസ്ലിം ലീഗ് ഒരു തട്ടിലും, കോൺഗ്രസിന്റെ കൂടെ ചേർന്ന ഒരു തട്ടിലും, അതുപോലെ സമസ്ത വളരെ കൃത്യമായി ഇതൊരു വഖഫ് ഭൂമിയാണെന്ന് പറയുകയും ചെയ്ത ഒരു സംഭവം നമുക്കറിയാം. എന്നാൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ഒരു സംഘം അത് വഖഫ് ഭൂമിയല്ല എന്ന് തുറന്നു പറയുകയും മുസ്ലിം ലീഗ് ഒരു അങ്കലാപ്പിലാവുകയും ചെയ്ത ഒരു സംഭവം. കുറെ ആളുകൾ, ഷാജിയെ പോലെയുള്ളവർ അത് വഖഫ് ഭൂമിയാണ് എന്ന് തുറന്നു പറഞ്ഞു. എന്നാൽ മുസ്ലിം ലീഗിന്റെ നയം അത്തരത്തിലല്ലെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചിലർ രംഗപ്രവേശനം നടത്തി. ഇങ്ങനെ ഒരു എന്താണ് കൃത്യമായി പറയേണ്ടത് എന്ന ഒരു സംശയത്തിലും അങ്കലാപ്പിലും ആയി പോകുന്നൊരവസ്ഥ മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. പക്ഷേ മന്ത്രിസഭയിൽ നിന്ന് പോലും ഇറങ്ങി വരാൻ തയ്യാറായിരുന്നു. ദീനിന്റെ ഒരു വിഷയം വന്നപ്പോൾ EMS മന്ത്രിസഭയിൽ നിന്ന് കള്ളിന്റെ വിഷയത്തിൽ ഇറങ്ങിപ്പോരാൻ തയ്യാറായതാണ്. നിങ്ങൾ ഇറങ്ങി വന്നാൽ മന്ത്രിസഭ വീയില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അവിടെ നിന്നോ എന്ന് ശംസുൽ ഉലമ പറഞ്ഞു കൊടുത്തു, ഉപദേശം നൽകി എന്നുള്ളതാണ്. അത്തരത്തിൽ ഇത്തരം ദീനിന്റെ വിഷയങ്ങൾ വരുന്ന സമയത്ത് യാതൊരു അക്കശിക്കയും കൂടാതെ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ലീഗിന്റെയും അതുപോലെ രാഷ്ട്രീയക്കാരായ ഇവിടുത്തെ നേതൃത്വം ശ്രമിക്കണം എന്നുള്ള വളരെ ശക്തമായ ഒരു മെസ്സേജാണ് ഈ പ്രസംഗത്തിലൂടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടുക്കുന്നത്. നമുക്കറിയാം, ജിഫ്രി തങ്ങൾ ഈ പ്രസംഗത്തിൽ ഉടനീളം ഊന്നിപ്പറഞ്ഞത് രണ്ടും വളരെ സൗഹാർദ്ദപരമായി കാലങ്ങളോളം പോയിരുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഈ സൗഹാർദ്ദത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ തങ്ങൾ പറഞ്ഞത്, നമ്മളിൽ നിന്ന് ഒരുപക്ഷെ തെന്നിമാറിപ്പോയ വിട്ടുനിൽക്കുന്ന ചില പണ്ഡിതന്മാരും മറ്റുമൊക്കെ ഉണ്ടാവാം, അവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു മുന്നേറ്റമാണ് നമ്മൾ നടത്തുന്നത്. ആരെയും മാറ്റി നിർത്തേണ്ടവരല്ല ഇക്കാലത്ത്. നമ്മളൊക്കെ കൂടിയാലോചിച്ച് ഒന്നിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, അദ്ദേഹം ഒരുപക്ഷെ സമസ്തയിൽ ഈ അടുത്തുണ്ടായ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം ലീഗ് അനുകൂലികളും മുസ്ലിം ലീഗ് വിരോധികളും എന്നൊക്കെ പറയുന്ന ഒരു വേർതിരിവ്, മുക്കം ഉമർ ഫൈസിയുടെ വിഷയത്തിൽ മാറി നിന്ന ചില ആളുകൾ ഉമർ ഫൈസിയെ പുറത്താക്കണമെന്ന് ശക്തമായി ലീഗ് അനുകൂലികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു 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 കുറച്ച് പണ്ഡിതന്മാർ മാറി നിന്നതിനെ കുറിച്ചായിരിക്കാം അദ്ദേഹം പറഞ്ഞതെങ്കിലും ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് 89-ൽ ഒരുപക്ഷെ പുനഃസംഘടന എന്നോണം വേറെ ഒരു സമസ്ത രൂപീകരിക്കുകയും അങ്ങനെ മാറി നിന്ന ഒരു വലിയ ഒരു പണ്ഡിത സമൂഹം ഇവിടെയുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ സമസ്തയുമായി മുസ്ലിം ലീഗിന് ഒരു അകൽച്ചയുണ്ടാകുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ കാന്തപുരത്ത് സന്ദർശിക്കുകയും മർക്കസിൽ പോവുകയും അതുപോലെ AP വിഭാഗവുമായി വലിയ ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ മനസ്സിൽ ഉദിച്ചത്, ഇനി അങ്ങോട്ട് പോകുന്ന കാലത്ത് അവരവരുടെ സംഘടനകൾക്ക് ജിഫ്രി തങ്ങൾ പറഞ്ഞതുപോലെ നയവും അത് ഭരണഘടനയും മറ്റുമൊക്കെ അവരവരൊക്കെ സ്വന്തമായി തന്നെ പ്രവർത്തിക്കുന്നതോടൊപ്പം എല്ലാ സംഘടനകളെയും സഹോദര സമസ്തയെയും ഇരു സമസ്തകളും നല്ല ഐക്യത്തിലും അതുപോലെ മുസ്ലിം ലീഗും ഒക്കെ ഒന്നായുള്ള ഒരു മുന്നേറ്റം നടത്തി ഒരു വിപ്ലവകരമായ സൗഹൃദം ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ട് എന്ന ഒരു രീതിയിലേക്കാണ് ഈ പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചത്. ഏതായാലും ഈ പ്രസംഗത്തിലൂടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത എന്താവണമെന്ന്, അല്ലെങ്കിൽ 89-ൽ എന്തുകൊണ്ടായിരുന്നു സമസ്ത പിരിഞ്ഞുപോയത്, ലീഗ് ഒന്ന് വേറെ ദീനൊന്ന് വേറെ, രണ്ടും രണ്ട് വഴിയിൽ സഞ്ചരിക്കേണ്ടതാണെന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം AP മുസ്ലിയാർ പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്, അത്തരത്തിലൊരു നയം ഉള്ളാൾ തങ്ങളെ പോലെയുള്ളവർ സ്വീകരിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്നൊരു പിളർപ്പുണ്ടായതെങ്കിൽ ഇന്ന് സാക്ഷാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു ലീഗ് ഒന്ന് വേറെ സമസ്തയൊന്ന് വേറെ. ഇതിനെയാണ് സമസ്തയിലെ ഇന്നും സമസ്തയിലെയും ബഹുഭൂരിപക്ഷം അണികളും യോജിക്കുകയും
അംഗീകരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ തക്ബീർ ധ്വനികളെന്നും ഈ ഒരു മുന്നേറ്റം ഇത് ഇരു സമസ്തകളെയും ഒരേ നയത്തിലെത്തിക്കുന്ന മുന്നേറ്റമാണെന്നും മുസ്ലിം ലീഗും ഇരു സമസ്തകളും ഒന്നിച്ചുള്ള ഒരു മുന്നേറ്റം അതിവിദൂരമല്ലെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തൽക്കാലം വിടാം. നമുക്ക് വീണ്ടും കാണാം.